الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അവരെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ, ദാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സങ്കടപ്പെടുത്തിയ, വിഷമിപ്പിച്ച വിയോഗമായിരുന്നു സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം. മുഅത്ത യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നായകനായി നിയോഗിക്കുകയും ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഷഹാദത്ത് വരിക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പ്രഭാഷണം നിർവഹിച്ചതിന് ശേഷം നേരെ മദീനയിലെത്തി സഹാബെ കിറാമുകളോട് റോമക്കാർക്ക് തിരിച്ചടി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചന പങ്കുവെക്കുകയും അതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ അവിടുന്ന് സഹാബത്തിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. സഹാബത്ത് അടുത്ത പ്രഭാതത്തിൽ തന്നെ യുദ്ധത്തിനു വേണ്ട ഒരുക്കവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഉസാമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉസാമ സിർ അലസ്മില്ലാഹി വ ബറകതിഹി, അല്ലയോ ഉസാമ, താങ്കൾ യാത്ര ചെയ്യുക, അള്ളാഹുവിന്റെ നാമത്തിലും അവന്റെ ഐശ്വര്യത്തിലും താങ്കൾ പുറപ്പെടുക. ഹത്താ തൻതഹിയ ഇലാ മഖ്തലി അബീക്, താങ്കളുടെ പിതാവിന്റെ ഘാതകരുടെ അടുക്കലേക്കാണ് താങ്കൾ ചെല്ലാനുള്ളത്. ഫഔതിഉഹുൽ ഖൈൽ, കുതിരപ്പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ അവരെ തകർത്ത് തരിപ്പണമാക്കി കളയുക. ഫഖദ് വല്ലൈതുക അലാ ഹാദൽ ജയ്ഷ്, ഈ സൈന്യത്തിന്റെ നേതൃത്വം ഉസാമ ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ്. ഈ സൈന്യത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വം അല്ലയോ ഉസാമ താങ്കൾക്കാണ്. മുഹാജിറുകളും അൻസാറുകളും ഉൾപ്പെടെയുള്ള വലിയൊരു സൈന്യം. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച തലമുതിർന്ന സഹാബെ കിറാമുകൾ അവർക്കിടയിൽ ആ സൈന്യത്തിന് നേതൃത്വമായി ഉസാമയെ അയക്കുമ്പോൾ ആ സന്നദ്ധിയിൽ ഹാജരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സൈന്യത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചത് ചില തലമുതിർന്ന സഹാബത്തിനും ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച സഹാബാക്കൾക്ക് അരോചകമായി തോന്നി. പല സഹാബാക്കളും മുറുമുറുക്കാൻ തുടങ്ങി. വലിയ പ്രതിഷേധങ്ങൾ അലയടിച്ചു. അവരിൽ അതിശക്തമായി പ്രതികരിച്ചത് അയ്യാഷ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവന പോലും ഇങ്ങനെ കാണാം, യുസ്തഅമലു ഹാദൽ ഗുലാം അലൽ മുഹാജിരീനൽ അവ്വലീൻ. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച പ്രവാചകന്റെ കൂടെ നാടും വീടും ഉപേക്ഷിച്ച് ഹിജ്റ ചെയ്ത മുഹാജിറുകളൊക്കെയുള്ള ഈ സൈന്യത്തിന്റെ നേതൃത്വം കേവലം 18 വയസ്സ് പോലും തികയാത്ത ഈ ബാലനെയാണോ പ്രവാചകരെ താങ്കൾ ഏൽപ്പിക്കുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പോലും
അദ്ദേഹം അയ്യാശ് ബിൻ അബി റബീഅയുടെ ഈ വർത്തമാനം കേട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അയ്യാശ് ബിൻ അബി റബീഅയ്ക്ക് മറുപടി നൽകിയെങ്കിലും അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞു. ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രോഗശയ്യയിൽ കിടക്കുകയാണ്. അവിടുന്ന് വഫാത്തായ ആ രോഗശയ്യയിൽ അവിടുന്ന് കിടക്കുമ്പോൾ പനി പിടിച്ചുകൊണ്ട് കിടക്കുന്ന റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിശക്തമായ തലവേദന കൊണ്ട് വിഷമിക്കുന്ന സന്ദർഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലയിൽ ഒരു നനഞ്ഞ തുണി കെട്ടി അങ്ങനെ തലയിൽ കെട്ടുമായി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വരലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സന്ദർഭത്തിലെ അവിടുന്ന് രീതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നനഞ്ഞ തുണി തലയിൽ കെട്ടി അതേപടി വന്നപാടെ മിമ്പറിൽ കയറി ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ബഅദു ഫയാ അയ്യുഹന്നാസ് ഫമാ മഖാലത്തുൻ ബലഗത്നി അൻ ബഅദകും ഫീ തഅ്മീരി ഉസാമത്ത് ബിൻ സൈദ്. ഞാൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന് നേതൃത്വം നൽകിയത്, ഉസാമയെ ആ സൈന്യത്തിന്റെ തലവനാക്കിയതിൽ പല ആളുകളും പലതും പറയുന്നത് ഞാൻ കേട്ടു. വല്ലാഹി ഇൻ തതഅനു ഫീ ഇമാറതിഹി ഫഖദ് കുൻതും തതഅനൂന ഫീ ഇമാറതി അബീഹി മിൻ ഖബൽ. മുമ്പ് മറ്റൊരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വം നൽകിയപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവിനെ നേതാവാക്കിയപ്പോഴും നിങ്ങൾ ഇതേ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. വഅയ്മുല്ലാഹ്, അല്ലാഹുവിൽ സത്യം, ഇൻ കാന ലഖലീഖൻ ലിൽ ഇമാറതി വഇൻ കാന ലമിൻ അഹബ്ബിൻ നാസി ഇലൈ വഇന്ന ഹാദാ ലമിൻ അഹബ്ബിൻ നാസി ഇലയ്യ ബഅദ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നേതൃപാടവമുള്ള വ്യക്തിത്വമായിരുന്നു. നേതൃപാടവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ഈ ഉസാമയുടെ പിതാവ്. അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിന്റെ ശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദിന്റെ പുത്രൻ ഉസാമത്ത് ബിൻ സയ്യിദ് ഉസാമയാണ്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. യുവാവായ ആ മനുഷ്യൻ പിതാവിന്റെ പാതയിൽ പോരാടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റത്തെ അവിടുന്ന് ഉത്കടമായ ആഗ്രഹമായിരുന്നുവെന്ന് അവിടുന്ന് മിമ്പറിലൂടെ അവിടുന്ന് പ്രസ്താവന നടത്തി. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മുഅത്ത യുദ്ധത്തിൽ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശേഷം ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. റസൂലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ ഏൽപ്പിച്ചത്. അദ്ദേഹവും ഷഹാദത്ത് വരിച്ചു. ശേഷം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹവും രക്തസാക്ഷിത്വം വരിച്ചു. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലയാണ് മുഅത്ത യുദ്ധത്തിൽ ഓരോ നേതാക്കന്മാരും രക്തസാക്ഷിത്വം വരിക്കുമ്പോഴും പിന്നീട് ഏൽപ്പിച്ചത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലയാണ്. പിന്നീട് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അത്രേ, ഫഹല്ലാ ഇലാ റജുലിൻ ഖുതില അബൂ. പിതാവ് മരണപ്പെട്ട ആ യുവാവിനെ നിങ്ങൾക്ക് നേതൃത്വം ഏൽപ്പിച്ചുകൂടായിരുന്നോ? അതായത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ എന്തുകൊണ്ട് നേതൃത്വം ഏൽപ്പിച്ചില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സയ്യിദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ ഷഹാദത്ത് വരിച്ച സന്ദർഭത്തിൽ റസൂൽ ചോദിക്കുന്നുണ്ട്. അത്രമാത്രം സ്ഥാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഉസാമ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം പിതാവിന്റെ കൂടെ മുഅത്ത യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിന്റെ കീഴിൽ അദ്ദേഹം അതിശക്തമായി പടവരുന്നു. പിന്നീട് പിതാവ് ഷഹാദത്ത് വരിച്ച അതേ കുതിരപ്പുറത്ത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പിതാവിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ നേരെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദ് തുടരുവാനാണ് റസൂൽ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്.
അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആദ്യത്തെ ലക്ഷ്യം റോമൻ സൈന്യം തന്നെയായിരുന്നു. റോമൻ ഭരണാധികാരികൾ അവർ വിശ്വസിക്കുന്ന വേളയിൽ, വിശ്വാസികൾ അവരുടെ വിശ്വാസമനുസരിച്ച് മുമ്പോട്ട് പോകുന്ന വേളയിൽ, ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അവർ അതിനനുവദിച്ചിരുന്നില്ല. ഇസ്ലാം സ്വീകരിക്കുന്നവരെ ദീനിൽ നിന്ന് റോമക്കാർ തടഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പല ആളുകളെയും ക്രൂരമായി കൊലപ്പെടുത്തുകയും അവർ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റോമൻ അധീനതയിലുള്ള പ്രദേശമായിരുന്നു മആൻ എന്ന് പറയുന്ന പ്രദേശം. ആ സ്ഥലത്ത് റോമൻ ഭരണാധികാരിയുടെ ഗവർണറായിരുന്നു ഫർവ ബിൻ അംർ അൽ ജുദാമി റളിയല്ലാഹു തആല അൻഹു. ഫർവ റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നു. അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ച വിവരം ഫർവ ബിൻ അംർ അൽ ജുദാമി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച വിവരം റോമൻ ഭരണാധികാരി ഹിറക്കിൽ അറിയുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കാൻ, ഇസ്ലാമിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തോട് കൽപ്പിക്കുന്നു. പക്ഷേ ഫർവ റളിയല്ലാഹു അൻഹു കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ അദ്ദേഹത്തെ പിടിച്ച് തന്റെ ഗവർണറായിരുന്ന മനുഷ്യനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ റോമൻ രാജാവ് ഹിറക്കിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ ജീവനോടെ കുരിശിൽ തറക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത്രത്തോളം ക്രൂരമായിരുന്നു റോമൻ സൈന്യാധിപന്മാർ, ഭരണാധികാരികൾ ഇസ്ലാമിനോട് സമീപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ റസൂൽ റോമൻ സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോമൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി നിയോഗിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൈന്യത്തിന് നേതൃത്വം വഹിക്കുന്നത് 18 വയസ്സ് പോലും പ്രായമില്ലാത്ത ചെറുപ്പക്കാരനായ ഉസാമത്ത് ബിൻ സയ്യിദാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നൽകുന്നത്. ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ വിജയത്തിന്റെ വെന്നിക്കൊടി വാറിച്ച യുവാക്കളെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന ഒറ്റ വ്യക്തിത്വമല്ല, നിരവധി ചെറുപ്പക്കാരെ, യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. നാം അറിയേണ്ടുന്ന ചില ആളുകളുണ്ട്. 18 വയസ്സ് പ്രായമാവുന്നതിന് മുമ്പ് റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, അവരുടെ യുവത്വ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. 15 മാസം പ്രായമാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ട് പ്രവാചകനെ പ്രതിരോധിക്കുന്നുണ്ട് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. 15 വയസ്സ് പോലും പ്രായമാവുന്നതിന് മുമ്പ് ഏറ്റവും ഊഷ്മളമായ മനുഷ്യായുസ്സിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രതിനിധിയായി നിലകൊള്ളുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു യുവത്വം കഴിഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെയും പലരും യുവത്വത്തിലാണുള്ളത്. നമ്മൾ യുവാക്കൾ അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല സന്ദർഭങ്ങളെ കുറിച്ച് നാം ഒന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഹിബ്ബു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടഭാജനം എന്നറിയപ്പെടുന്ന സഹാബി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരത്തിൽ കൊത്തിവെച്ചിരുന്നത് പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ടവൻ എന്ന് അദ്ദേഹം മോതിരത്തിൽ പ്രത്യേകം കൊത്തിവെച്ചിരുന്നു. ഹിബ്ബു റസൂലില്ല എന്ന പേരിലായിരുന്നു സഹാബെ കിറാമുകൾ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു. അറേബ്യയിലെ അറിയപ്പെടുന്ന കുതിരപ്പടയാളി. 18 വയസ്സെത്തുന്നതിന് മുമ്പ് ഉസാമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തെത്തുന്നു. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല എന്ന പ്രമുഖ സഹാബി പോലുമുള്ള ആ സൈന്യത്തിന്റെ നേതൃത്വം അവരെക്കാൾ പ്രായം കുറഞ്ഞ, അനുഭവം കുറഞ്ഞ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് സഹാബാക്കളുടെ ആശങ്കകൾ അവിടുന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാമയെ ഞാനാണ് നേതൃത്വം ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഫൻഫിദു ബഅസ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ നിങ്ങൾ പറഞ്ഞയക്കണം, നിങ്ങൾ പുറപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞതോടെ സഹാബെ കിറാമുകൾ അവരുടെ മുറുമുറുപ്പ് മാറ്റിവെച്ച്
ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ അണിനിരക്കുന്നു. അൻസാറുകളും മുഹാജിറുകളും എല്ലാം അദ്ദേഹത്തിന്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് റോമൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഉസാമ റളിയല്ലാഹുവിന്റെ സൈന്യം പുറപ്പെട്ടു. പക്ഷേ മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം മൂർച്ഛിച്ച വിവരം സൈന്യത്തിന്റെ നേതൃസ്ഥാനീയനായ ഉസാമ റളിയല്ലാഹുവിന്റെ സൈന്യത്തെ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ സൈന്യവും സഹാബത്തും അവർ അവിടെ അതിർത്തിയിൽ തന്നെ തമ്പടിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗ വാർത്തയാണ് ആ സൈന്യത്തിലെത്തുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും അവസാനമായി പറഞ്ഞയച്ച സൈന്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി പറഞ്ഞയച്ച സൈന്യം ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. റസൂലിന്റെ വിയോഗത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്ലാമിക സമൂഹത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാമതായി ചെയ്തത്, പ്രവാചകന്റെ വിയോഗാനന്തരം ഒന്നാമതായി ചെയ്ത പണി ഉസാമയോട് മുന്നോട്ട് പോകാൻ വേണ്ടി കൽപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും മദീനയിൽ പല ആളുകളും റസൂലിന്റെ വിയോഗാനന്തരം ഇർത്തിദാദിലേക്ക് മതപരിത്യാഗം നടത്തിയിരുന്നു എന്നത് ചരിത്രത്തിൽ കാണാം. പല ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഈ സൈന്യത്തെ ഇപ്പോൾ പറഞ്ഞയക്കേണ്ടതുണ്ടോ അമീറുൽ മുഅ്മിനീൻ? മദീനയിൽ പല ആളുകളും ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സൈന്യത്തെ സഅദ് ബിൻ അബീ വഖാസുള്ള, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുള്ള, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒക്കെയുള്ള ഈ സൈന്യത്തെ മദീനയ്ക്ക് പുറത്തേക്ക് പറഞ്ഞയച്ചാൽ ഈ മദീനയുടെ കാര്യം അപകടത്തിലാകും, ആപത്തിലാകും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉസാമയുടെ നേതൃത്വത്തെ എതിർത്തുകൊണ്ട് ചില ആളുകൾ വന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. ഇനി അഥവാ നിങ്ങൾ സൈന്യത്തെ പറഞ്ഞയക്കുകയാണ് എങ്കിൽ ഉസാമയെ നേതൃത്വത്തിന് കൊള്ളില്ല. അദ്ദേഹത്തിന്റെ പരിചയക്കുറവുണ്ട്, ഉസാമയ്ക്ക് അനുഭവക്കുറവുണ്ട്. ഇതൊരു പരീക്ഷണത്തിന് പറ്റിയ സന്ദർഭമല്ല. അതുകൊണ്ട് ഉസാമയെ മാറ്റാനെങ്കിലും താങ്കൾ തയ്യാറാവണം. ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ വർത്തമാനം ഉസാമയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ വൈമനസ്യം കാണിച്ച ആ സമൂഹത്തോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞത്, വല്ലാഹി ലൗ ലഇബത്തിൽ കിലാബു ബിഖലാഖിൽ നിസാഇൽ മദീന മാ റദത്തു ജൈശൻ അൻഫദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ സ്ത്രീകളുടെ കാലുകളിലെ ആഭരണങ്ങൾ ഇവിടത്തെ ചെന്നായ്ക്കൾ കടിച്ചു കീറുന്ന സാഹചര്യം സംജാതമായാൽ പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചിട്ടുള്ള ഒരു സൈന്യത്തെ പിൻവലിക്കാൻ ഈ അബൂബക്കർ സന്നദ്ധമല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുമ്പിൽ വന്ന് പറഞ്ഞ മുറുപുറത്ത സഹാബാക്കളോട് അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലാ ഉഹില്ലു ഉഖദതൻ അഖദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പതാകയുണ്ടല്ലോ, ഉസാമയുടെ കയ്യിലിരിക്കുന്ന ഈ പതാകയുണ്ടല്ലോ, ഈ കൊടി അള്ളാഹുവിന്റെ റസൂൽ കെട്ടിവെച്ച പതാകയാണ്. അതൊരിക്കലും വല്ലാഹി ഞാൻ അഴിക്കുകയില്ല. അദ്ദേഹം സൈന്യത്തെ പിൻവലിച്ചില്ല, ഉസാമ റളിയല്ലാഹു തന്നെ മാറ്റിയില്ല. വല്ലാഹി ലൗ ലനൻതു അന്ന സിബാഅ തഖ്തിഫുനി ല അൻഫത്തു ഉസാമ. വന്യമൃഗങ്ങൾ ഓരോന്നോരോന്നായി എന്നെ കടിച്ചു കീറിയാലും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തെ ഞാൻ പിൻവലിക്കില്ല. വലൗ ലം യബ്ഖ ഫിൽ ഖുറാ ഗൈരി ല അൻഫത്തു. നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം, പക്ഷേ മദീനയിൽ ഞാൻ മാത്രം ജീവനോടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും, ഈ സാഹചര്യത്തിലും ആരൊക്കെ മതപരിത്യാഗികളായാൽ പോലും, എന്റെ കാലിൽ വന്ന് ചെന്നായ കടിച്ചു കീറിയാൽ പോലും, ഉമ്മഹാത്തുൽ മുഅ്മിനീനിന്റെ കാലുകളിൽ ചെന്നായകൾ കടിച്ചു കീറിയാൽ പോലും പ്രവാചക ദൗത്യത്തിൽ നിന്ന് ഒരണുവിടെ പിന്മാറാൻ എനിക്ക് സാധ്യമേ അല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. സഹാബെ കിറാമുകളുടെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നിർണയിച്ചെടുത്ത തീരുമാനം ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം പുറപ്പെടുകയും റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങേയറ്റത്തെ ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി, തലയെടുപ്പോടുകൂടി ഗനീമത്തുകളുടെ കൂമ്പാരങ്ങളുമായി ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോ
ആ തിരിച്ചുവരവിനെ കുറിച്ച്, ഗംഭീരമായ വരവേൽപ്പിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞത് ഇന്നഹു മാ റുഇയ ജയ്ഷുൻ അസ്ലമ വ അഗ്നമ മിൻ ജയ്ഷി ഉസാമ ഇബ്നു സൈദ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഉസാമയുടെ നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തിന്റെ നേതൃത്വത്തെക്കാൾ സുരക്ഷിതവും ഏറ്റവും വലിയ ഗനീമത്തുമായി തിരിച്ചു വന്ന ഒരു സൈന്യവും ഇസ്ലാമിക ചരിത്രത്തിൽ വന്നിട്ടേയില്ല, ഉണ്ടായിട്ടേയില്ല എന്ന് ചരിത്രകാരന്മാർ ആ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. റോമൻ സാമ്രാജ്യങ്ങൾക്ക്, റോമൻ അധിപതിയെ വിറപ്പിച്ചു നിർത്താൻ 18 വയസ്സ് മാത്രം പ്രായമുള്ള, 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഉസാമത്ത് ബിൻ സൈദിന് സാധിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത്. ഹിറക്കിൽ ചക്രവർത്തി തന്റെ നാട്ടിലുള്ള ഗോത്രത്തലവന്മാരെ ഒരുമിച്ച് കൂട്ടി പരാജയത്തിന് ശേഷം അദ്ദേഹം പരാജയം അവലോകനം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അയാൾ പറഞ്ഞത് ഹാദല്ലദീ ഹദ്ദർതുക്കും, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവരെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയിലായിരിക്കണമെന്ന്. ഞാൻ ഇവരെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവരെ സൂക്ഷിക്കണമെന്ന്. പക്ഷേ നിങ്ങൾ ഫഅബൈതും അൻ തഖ്ബലൂ മിന്നി, അവർ ദുർബലരാണ് എന്ന് പറഞ്ഞ് എന്റെ വർത്തമാനം നിങ്ങൾ കേട്ടില്ല. ഖദ് സാറത്തിൽ അറബ് തഅതി മസീറത ശഹ്റിൻ തുഗീറു അലൈക്കും, ഒരു മാസത്തോളം അറബികൾ യാത്ര ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തലേക്ക് വരികയും സുമ്മ തഖ്റജു മിൻ സഅത്തിൻ, ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കഥ കഴിച്ച് അവർ തിരിച്ചു പോവുകയും ചെയ്തിരിക്കുകയാണല്ലോ, നിങ്ങളോട് ഞാൻ ജാഗ്രത നൽകിയിരുന്നതല്ലേ എന്ന് ഹിറക്കിൽ തന്റെ അവലോകന വേളയിൽ അദ്ദേഹം ഉസാമത്ത് ബിൻ സൈദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവ്യൂഹത്തെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. റോമക്കാർ ഞെട്ടിത്തരിച്ച ദിവസമായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ വാർത്തയും ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആക്രമണ വാർത്തയും റോമൻ സാമ്രാജ്യത്തിലേക്ക് കടന്നു എത്തിയത് ഒരേ ഒരു ദിവസമായിരുന്നു എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അപൂർവത എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാ ബാലു ഹഉലാഇ യമൂതു സാഹിബുഹും സുമ്മ അഗാറു അലാ അർദിന. റസൂലിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ റോമക്കാർ സന്തോഷിക്കുന്ന ദിനത്തിലാണ് ഉസാമയുടെ സൈന്യത്തിന്റെ ആക്രമണം ഒരു ഭൂകമ്പം കണക്കെ റോമൻ സാമ്രാജ്യത്തിന് തിരിച്ചടിയായത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഉസാമ റളിയല്ലാഹുവിന്റെ ചരിത്രം ഇത്ര സുദീർഘമായി പറഞ്ഞതിന്റെ പിന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ്. ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്, ഉമ്മത്തിന്റെ ചരിത്രത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, ഇസ്ലാമിക സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാധ്യത മുസ്ലിം സമൂഹത്തിന്റെ യുവതയെ ഇസ്ലാം ഉപയോഗപ്പെടുത്തിയ രീതിയാണ് യഥാർത്ഥത്തിൽ റോമൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് യാത്രയായ ദിനത്തിൽ പോലും ഒരിഞ്ച് പതറാതെ ഇസ്ലാമിനെ അതിന്റെ അങ്ങേയറ്റം വരെ പ്രതിരോധിക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ യുവതയ്ക്ക് സാധ്യമായി എന്നതാണ് യഥാർത്ഥത്തിൽ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. ഉസാമ റളിയല്ലാഹുവിനെ സ്വീകരിക്കുന്നതിനും അനുമോദിക്കുന്നതിനും മദീനയിലെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലി തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ഈ ഉമ്മത്തിന് കാവൽ നിന്ന സൈനികരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിർത്തിയിൽ നേരിട്ട് ചെന്ന് ആദരിക്കുന്ന ഒരു രംഗമുണ്ട്. റസൂലിന്റെ വിയോഗം തീർത്ത വേദനയ്ക്ക് ശേഷം സഹാബത്ത് എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ട് എങ്കിൽ ആദ്യമായി അവർ സന്തോഷിക്കുന്നത് ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ സന്ദർഭത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം മഹത്തായ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നട്ടുച്ചയ്ക്ക് കത്തി നിൽക്കുന്ന സൂര്യനെ പോലെ കരുത്തും തീഷ്ണതയുമുള്ള മനുഷ്യായുസ്സിലെ ഏറ്റവും പച്ചയായ കാലഘട്ടം എന്ന് പറയാൻ കഴിയുന്ന ഘട്ടമാണ് യുവത്വം. സൂര്യൻ ഉദിച്ചുയരുമ്പോഴും അസ്തമിക്കുമ്പോഴും സൗന്ദര്യമുള്ള കാഴ്ച പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യനിൽ നിന്ന് പൂർണ്ണമായ ചൂടും വെളിച്ചവും നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ നട്ടുച്ചയ്ക്ക് അത് മധ്യത്തിൽ വന്ന് നമ്മുടെ തലയ്ക്ക് കീഴിൽ വന്ന് നിൽക്കുമ്പോഴാണ്. ഇതേപോലെ മനുഷ്യായുസ്സിലെ 2 അറ്റങ്ങളാണ് ശൈശവവും വാർദ്ധക്യവും എന്ന് പറയുന്നത്. നിസ്സഹായതയുടെയും ദൗർബല്യങ്ങളുടെയും അവശതയുടെയും കാലഘട്ടമാണ് ശൈശവവും അതേപോലെ തന്നെ വാർദ്ധക്യം എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഒരു പശുക്കിടാവിനേക്കാൾ ദുർബലനാണ് മനുഷ്യൻ. ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഭൂമിയിൽ ജനിച്ചു വീണയുടനെ തള്ളപ്പശുവിന്റെ അകട്ടിലേക്ക് പാല് കുടിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന ഒരു പശുക്കിടാവിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യന് ജനിച്ച ഉടനെ ഉറക്കെ ഒന്ന് വാവിട്ട് കരയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.
മുലപ്പാൽ നുകരാൻ പോലും അതിന് മാതാവിന്റെ മാറിടത്തിലേക്ക് സ്വയം എത്തിച്ചേരാൻ സാധിക്കാത്തത്ര ദുർബലനാണ് ശൈശവ സാഹചര്യത്തിലെ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അവർ വളർന്നു മുമ്പോട്ട് പോകുമ്പോൾ കിടക്കാനും ഇരിക്കാനും തിന്നാനും കുടിക്കാനും മലമൂത്ര വിസർജനം ചെയ്യാനും ശേഷം അത് ശുദ്ധീകരിക്കാനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നത്ര ദുർബലനാണ് മനുഷ്യൻ. ഒന്നിനെ കുറിച്ചും അറിയാത്ത, അനുഭവത്തിൽ നിന്ന് അറിവിൽ നിന്ന് വളരെ കുറഞ്ഞ അവസ്ഥയിൽ നിസ്സഹായതയോടെ വളർന്നു വരുന്ന മനുഷ്യന്റെ ശൈശവ കാലഘട്ടം. എന്നാൽ വാർദ്ധക്യം എന്ന് പറയുന്നത് ശൈശവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ആർക്കെങ്കിലും നാം ആയുസ് നൽകിയെങ്കിൽ അവനെ വീണ്ടും വാർദ്ധക്യമാകുന്ന ശൈശവത്തിലേക്ക് അവനെ മറിച്ചിടും എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ജീവിതത്തിന്റെ ഒത്തഭാഗത്ത്, ജീവിതത്തിന്റെ മധ്യഭാഗത്ത് കരുത്തിന്റെയും തീഷ്ണതയുടെയും ആത്മവിശ്വാസത്തിന്റെയും കാലഘട്ടമാണ് യുവത്വം എന്നതുകൊണ്ട് തന്നെ സർവപ്രധാനികളായ സഹാബാക്കളുടെ സാന്നിധ്യമുള്ള ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധപൂർവം ആ യുവത്വത്തിന്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിയതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. യുവത്വം അനുഗ്രഹമാണ്, എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങളോട് നിങ്ങളുടെ അനുഗ്രഹാനുഭൂതികളെ കുറിച്ച് പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും. മനുഷ്യന് എത്രത്തോളം സാധ്യതയുണ്ടോ അത്രത്തോളമാണ് അവനിൽ വന്നു ചേരുന്ന ബാധ്യത. കാണുക എന്ന സാധ്യത ഇല്ലാത്ത ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ട് അവന് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല. നടക്കാൻ കഴിവുള്ള, അതിന് സാധ്യതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലുകൾ കൊണ്ട് ചില ബാധ്യതകൾ അവൻ ഈ ലോകത്ത് അവന്റെ ആയുസ്സിൽ അവൻ ചെയ്തു തീർക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ എല്ലാ കഴിവുകളും മനുഷ്യന്റെ എല്ലാ സാധ്യതകളും എത്രമാത്രം അവന് അനുകൂലമാവുന്നോ അത്രമാത്രം അവന് വലിയ ബാധ്യതകൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശിശുവിനെ പോലെ അല്ല. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു വൃദ്ധനെ പോലെ അല്ല. മറിച്ച് കരുത്തും ശേഷിയുമുള്ള ധാരാളം കഴിവുകളുള്ള, പ്രതിസന്ധികളെയെല്ലാം തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ കഴിയുന്ന, ബുദ്ധിപരമായും ശാരീരികമായും ഏറ്റവും സാധ്യതയുള്ള കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട്, അവനോടുള്ള കീഴ്വണക്കത്തിലും അനുസരണയിലും കഴിയുന്ന ഒരു യുവാവ് അനുഗ്രഹീതനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മരണാനന്തരം ആർക്കും തണല് ലഭിക്കാതെ പ്രയാസപ്പെട്ട് ചുട്ടുകൊള്ളുന്ന വേളയിൽ ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിന്റെ തണലിൽ വളർന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് വളർന്ന ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ വളർന്ന ഒരു മനുഷ്യന്, അള്ളാഹുവിന്റെ വഴിയിൽ വളർന്ന ഒരു യുവാവിന് പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന സവിശേഷ സന്ദർഭമാണ് രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ശക്തിയുടെ കാലം. രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ശക്തിയുടെ കാലം എന്ന് ഖുർആൻ യുവത്വത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു നിങ്ങളെ ദുർബലമായ ഒരു കുഞ്ഞായി നിങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ കുഞ്ഞിന്റെ ദൗർബല്യത്തെ കുറിച്ച് നമുക്കറിയാം. അത്ര ദുർബലാവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, കരയാൻ മാത്രം കഴിഞ്ഞിരുന്ന നിങ്ങളൊരു കുഞ്ഞായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുവ്വത്ത് നൽകി, നിങ്ങളുടെ പേശികൾക്ക് കരുത്ത് നൽകി, നിങ്ങളുടെ നാവുകൾ സംസാരിച്ചു തുടങ്ങി, നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി, നിങ്ങളുടെ ആലോചനകൾക്കും ചിന്തകൾക്കും തീ പിടിക്കുകയും കനം പിടിക്കുകയും ചെയ്തു. അങ്ങനെ ശരീരം മനസ്സ് പറയുന്നിടത്തേക്ക് ശരീരം എത്തുന്ന, മനസ്സിനൊത്ത് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുവ്വത്ത് നൽകി. വിശുദ്ധ ഖുർആൻ ആ ഖുവ്വത്തിനെ കുറിച്ചാണ് യുവത്വം എന്ന് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും നിങ്ങളെ വീണ്ടും കീഴ്മേൽ മറിച്ചിടുന്നു നിങ്ങളുടെ പഴയ ശൈശവത്തിലേക്ക്.
കുഞ്ഞായ ഒരവസ്ഥയിൽ നിന്ന് യൗവനത്തിലേക്ക് നിങ്ങളെ എത്തിച്ച് ശക്തി നൽകിയ നാഥൻ നിങ്ങളെ ഈ അവസ്ഥയിൽ അല്ലാഹു തആല നിലനിർത്തില്ല. നിങ്ങളുടെ കാല് കുഴഞ്ഞു തുടങ്ങും, നിങ്ങളുടെ മുട്ട് വിറച്ചു തുടങ്ങും, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി അത് അന്ധമായി തുടങ്ങും, നിങ്ങളുടെ നാവ് വഴങ്ങാത്ത സാഹചര്യം വരും, ബുദ്ധിയുടെ കൂർമ്മത നഷ്ടപ്പെടും, ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. നടക്കണമെന്ന് ചിലപ്പോൾ വിചാരിക്കും, പക്ഷേ നടക്കാൻ കഴിയാതെ വിറച്ചു നിൽക്കേണ്ടുന്ന അവസ്ഥ വരും. പരോപകാരമില്ലാതെ ഒരടി പോലും നടക്കാൻ കഴിയാത്ത, മൂത്രമൊഴിക്കാൻ കഴിയാത്ത ജീവിതാവസ്ഥകളിലേക്ക് മനുഷ്യ നീ ചെന്നെത്തിച്ചേരുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ യുവത്വത്തിന്റെ പ്രാധാന്യത്തെ, കൃത്യമായി അതിന്റെ സാധ്യതകളെ നമ്മുടെ മുമ്പിലേക്ക് എങ്ങനെ തുറന്നിടണം, എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് മനുഷ്യന്റെ ജീവിതാവസ്ഥകളെ അല്ലാഹു തആല ഇത്ര സുതാര്യമായി കൈകാര്യം ചെയ്യുന്നത്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞായിരുന്ന നിങ്ങളും ഞാനും ആ അവസ്ഥയിൽ അല്ലാഹു നിങ്ങൾക്ക് ശക്തി നൽകി, നിങ്ങളുടെ പേശികൾക്ക് കരുത്ത് നൽകി, നാവുകൾ സംസാരിച്ചു തുടങ്ങി, ബുദ്ധികൾക്ക് അത് കനം വെച്ചു തുടങ്ങി, ബുദ്ധിപരമായി അല്ലാഹു തആല ഖുവ്വത്ത് നൽകിയ കാലമാണ് യൗവനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആലോചന ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യൗവനത്തിൽ സൃഷ്ടിച്ച ഇസ്ലാമിക വിപ്ലവത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലമ്മാ ബലഗ മഅഹു സഅി ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. യുവത്വകാലമായപ്പോൾ, പിതാവിനോട് നടക്കാൻ പര്യാപ്തമായ കാലമായപ്പോൾ അദ്ദേഹത്തിൽ സ്ഥൈര്യവും ക്ഷമയും വന്നു ചേർന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടിപ്പുള്ള സന്ദർഭത്തിൽ, യൗവന തുടിപ്പിന്റെ സന്ദർഭത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ചരിത്രത്തിൽ നിസ്തുലമായ മാതൃക കാഴ്ചവെച്ചു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നത് വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈതലക് ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ. കൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളും ഒരുക്കി ഒരു സ്ത്രീ അശ്ലീലതയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്നു, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എനിക്ക് ഏറ്റവും നല്ല സംരക്ഷണ കവചം ഒരുക്കിയത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബ് എനിക്ക് വേണ്ടത് ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ആഭാസത്തരങ്ങളെക്കാൾ പ്രിയം എനിക്ക് ജയിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് കരുത്തുണ്ടായത് ആ കാലഘട്ടം ഏത് എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ പറയുന്നു, യുവകോമളനും സുന്ദരനുമായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സാധ്യതയെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടു. പ്രവാചകാനുയായികളുടെ പ്രായം പരിശോധിച്ചാൽ അവരൊക്കെ യുവാക്കളായിരുന്നു എന്ന് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ അവരുടെ യുവത്വ കാലഘട്ടത്തെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ജാതീയതയ്ക്കെതിരെ, പൗരോഹിത്യത്തിനെതിരെ പടപൊരുതിയപ്പോൾ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് പ്രവാചകന്മാർ അത്യധികം പരിശ്രമിച്ചപ്പോൾ അവർക്ക് പിന്തുണയുമായി വന്നത് യുവാക്കളായിട്ടുള്ള അനുയായികളായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പല സന്ദർഭങ്ങളിൽ പ്രവാചകന്മാരുടെ ത്യാഗങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹി അലൈഹി. സത്യവിശ്വാസികളിൽ ചില പുരുഷന്മാരുണ്ട്, അവർ കരാറ് പൂർത്തീകരിച്ച പുരുഷന്മാരാണ്. കരാറ് പൂർത്തീകരിച്ച യുവകരുത്തിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത് സൂറത്തുൽ അഹ്സാബിലാണ്. എങ്ങനെ ചിലവഴിച്ചു എന്നതിന്റെ ചോദ്യം, നിങ്ങളുടെ യുവത്വത്തെ എങ്ങനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുമെന്നതുകൊണ്ട് തന്നെ ആ സാധ്യതകളെ എത്ര കണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന ആത്മവിചാരം നിങ്ങളിൽ ഉണ്ടാവണമെന്നാണ്. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബാക്കൾ, സ്വർഗത്തിന് വേണ്ടി ജീവിച്ച 10 സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെയും 40 വയസ്സിന് താഴെയുള്ള സഹാബത്തായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 38 വയസ്സായിരുന്നു. ഉമർ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 26 വയസ്സായിരുന്നു. തികച്ചും അനിസ്ലാമികവും ജാഹിലിയത്തിന്റെ അനുകൂല സാഹചര്യത്തിൽ 26 വയസ്സുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ധീരമായി ഒരു തീരുമാനമെടുത്ത് ഒരു സമൂഹത്തിന്റെ ഒഴുക്കിനെതിരായി ഒരു പ്രവാചകന്റെ കൂടെ നിൽക്കാൻ കാണിച്ച ആ കരുത്ത്
ആ യുവതയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 34 വയസ്സായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് 10 13 വയസ്സിലാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് 17ാമത്തെ വയസ്സിലാണ്. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു സഅദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വരുന്നത് 15ാമത്തെ വയസ്സിലാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ തീഷ്ണമായ 30ാമത്തെ വയസ്സിലാണ്. അബൂ ഉബൈദ ഇസ്ലാം സ്വീകരിക്കുന്നത് 32ലും തൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് 17ാമത്തെ വയസ്സിലാണ്. മക്കളെ സെറ്റിലാക്കിയിട്ട് ബിസിനസ് ഒക്കെ വലുതാക്കിയിട്ട് ദീനിന് സമയം കൊടുക്കാം എന്നല്ല അവർ ചിന്തിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകളെ വളരെ കൃത്യമായി ചടുലമായി ഉപയോഗപ്പെടുത്തിയായിരുന്നു സഹാബയെ കിറാം. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാർദ്ധക്യത്തിന് മുമ്പ് യൗവനത്തെ, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ, ദാരിദ്ര്യത്തിന് മുമ്പ് ഐശ്വര്യത്തെ, തിരക്കിന് മുമ്പ് ഒഴിവ് സമയങ്ങളെ, മരണത്തിന് മുമ്പ് ജീവിതത്തെ അർത്ഥപൂർണമായി നിങ്ങൾ പ്രധാനമെടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ സാധ്യതയെ മുൻകൂട്ടി കാണാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരലോകത്ത് അള്ളാഹുവിനോട് മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധ്യമേയല്ല എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ആയുസ്സിനെ കുറിച്ചുള്ള പ്രഥമമായ ചോദ്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ യൗവന കാലഘട്ടം എങ്ങനെ ചിലവഴിച്ചു? ആ സാധ്യതയെ പടച്ചതമ്പുരാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടത്തിയോ എന്നതാണ് ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ ചോദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്ന ആയുസ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ, ചടുലമായി ദീനിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ജീവിതമാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.